നീ ഇതൊന്നും കേട്ട് പേടിക്കണ്ട. ഈ ടെസ്റ്റുകളൊക്കെ അവരുടെ ഓരോ ബിസിനസ് ട്രിക്കുകളാ. ബില്ല് എത്രയാ? 260. പിന്നെ ഒരു 0 കൂടെ ഉണ്ട്, 2600. അത് കുഴപ്പമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം. ദേ, ഇങ്ങനെ വെറുതെ മൂടോട്ടായിട്ടിരിക്കരുതേ. ആ, കുറച്ചു നേരം പാട്ട് കേട്ടോണ്ടിരിക്കും. നീ പാടിയ കാസറ്റ് തന്നെ ഉണ്ട്. ഞാൻ പോയി ബില്ലൊന്ന് അടച്ചിട്ട് വരാം. ഓക്കെ? സോറി ഡോക്ടർ. സാരമില്ല, കേട്ടോളൂ. വോളിയം കൂടാതിരുന്നാ മതി. ക്ലാസിക്കൽ മ്യൂസിക് വളരെ ഇഷ്ടമാണല്ലേ? അതെ. എന്താ പേര്? ജോൺസൺ. അപൂർവ രാഗത്തിലുള്ള ഈ കീർത്തനം ആര് പാടിയതാണെന്ന് അറിയോ ജോൺസന്? ഒരു പുതിയ ഗായകനാ, റാഫേൽ. റാഫേലിന്റെ ഒരു കച്ചേരിയുടെ കാസറ്റ് ഞാൻ ഈ അടുത്തിടയ്ക്ക് കേട്ടു. റിയലി ഫാന്റാസ്റ്റിക്. ഡോക്ടർക്ക് ശാസ്ത്രീയ സംഗീതം ഇഷ്ടമാണോന്നോ? നല്ല കാര്യായി. ഒരു സംഗീതജ്ഞയാകണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. എന്ത് ചെയ്യാം, ഡോക്ടറായി പോയി. ഡോക്ടർ നമ്പ്യാരുടെ പേഷ്യന്റ് ആണല്ലേ? അതെ. എന്താ അസുഖം? തൊണ്ടയ്ക്കൊരു ചെറിയ വേദന. ആ, എന്ത് അസുഖത്തിനും സംഗീതം ഒരു നല്ല മരുന്നാ. ഗുഡ് മോർണിംഗ്. പാട്ട് വെക്കാൻ എന്താ ഉത്സവപ്പറമ്പോ? വോളിയം കുറച്ച് വെച്ചോളാൻ ഇപ്പൊ പോയ ഡോക്ടർ പറഞ്ഞു. താൻ ഡോക്ടർ സുബ്ബലക്ഷ്മിയുടെ പേഷ്യന്റ് അല്ല, എന്റെ പേഷ്യന്റ് ആണ്. ഞാൻ പറയുന്നത് അങ്ങ് അനുസരിച്ചാ മതി. മനസ്സിലായോ? നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് രണ്ടുപേരും ഇങ്ങനെ ശത്രുക്കളെ പോലെ പെരുമാറാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യും? ഒരു ഡോക്ടർ പാലിക്കേണ്ട സാമാന്യ മര്യാദ അതുപോലും സുബ്ബലക്ഷ്മി മറക്കുന്നു. ലുക്ക്, തന്റെ ഭാര്യയാണെന്നുള്ള ഒരൊറ്റ കൺസിഡറേഷൻ കൂടെ ഞാനതൊക്കെ സഹിക്കുന്നത്. സ്വന്തം ഹോസ്പിറ്റലാണെന്ന് കരുതി മറ്റുള്ളവരെങ്ങനെ തരം താഴ്ത്തരുത്. നമ്പ്യാരുടെ പേഷ്യന്റിന്റെ മുറിയിൽ സുബ്ബലക്ഷ്മിക്ക് എന്താ കാര്യം? ഓ, അപ്പോഴേക്ക് MD-യുടെ അടുത്ത് കംപ്ലൈന്റ് എത്തിക്കഴിഞ്ഞോ? മിസ്റ്റർ നമ്പ്യാർ, നിങ്ങളുടെ പേഷ്യന്റിന്റെ മുറിയിൽ ഒരു വിസിറ്റർ എന്ന നിലയിലാണ് ഞാൻ കയറിയത്. അവിടെ വിസിറ്റേഴ്സിനെ നിരോധിച്ചിട്ടൊന്നുമില്ലല്ലോ. ആ റൂമിൽ പാട്ട് വയ്ക്കാൻ എന്തിനു അനുവാദം കൊടുത്തു? ആ വാർഡിൽ പല ഹൃദ്രോഗികളും ഉള്ളതാണ്. അല്പം സംഗീതം കേട്ടതുകൊണ്ട് ആരുടെ ഹൃദയം അങ്ങനെ പൊട്ടിപ്പോകുന്നില്ല. സംഗീതം കൊണ്ട് രോഗങ്ങൾ വരെ മാറ്റാൻ കഴിയുമെന്ന് ആധുനിക വൈദ്യശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. പരീക്ഷണങ്ങളൊക്കെ സ്വന്തം രോഗികളുടെ അടുത്ത് മതി. എന്റെ പേഷ്യന്റ് വെറുതെ വിട്ടേക്കൂ. ഇറ്റ്സ് എ റിക്വസ്റ്റ്. എന്താ ലക്ഷ്മി ഇത്? അയാൾക്ക് കോംപ്ലക്സാ, അല്ലെങ്കിൽ എന്നോടുള്ള ഒരു തരം പ്രൊഫഷണൽ ജലസ്, അത്രേ ഉള്ളൂ. നമ്പ്യാരുടെ സ്വഭാവം നിനക്ക് അറിഞ്ഞൂടെ? കൂടെ പഠിച്ചിരുന്ന ഫ്രണ്ട്സിനെ സ്റ്റാഫാക്കി വെച്ച് എങ്ങനെയൊക്കെ ഇരിക്കും. ഓക്കെ, ലീവ് ഇറ്റ്. ഹലോ ഹലോ, ഞാൻ ഐമൂട്ടിയാണ്. മമ്മൂട്ടിയോ? മമ്മൂട്ടിയും ചമ്മട്ടി ഒന്നുമില്ല, ഐമൂട്ടി. സെഞ്ചുറി ഗാനമേള ട്രൂപ്പിന്റെ ഓണർ, അടിപൊളി ഐമൂട്ടി. ട്രൂപ്പ് വൈകാതെ കൃത്യസമയത്തിന് എത്തിയേക്കണം. വെറുതെ സംഘാടകർക്ക് ടെൻഷൻ ഉണ്ടാക്കരുത്. ചേട്ടാ, ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. നാളത്തെ ഗാനമേള ഒരു 2 ആഴ്ചത്തേക്കൊന്ന് മാറ്റി വെക്കണം. വെറുതെ തോന്നിവാസം പറയരുത്. നാടടച്ച് ടിക്കറ്റ് വിട്ടിരിക്കുക. ഞാനൊന്ന് പറഞ്ഞോട്ടെ ഏട്ടാ. റാഫേല് ഒരു ആഫ്രിക്കൻ പര്യടനത്തിന് പോയതാ. ആക്ച്വലി ഇന്നത്തെ ഫ്ലൈറ്റിൽ എത്തേണ്ടതാ. പക്ഷെ ഒരു കുഴപ്പം പറ്റി. അതെ, ഗാനമേളയില് അവൻ AR റഹ്മാന്റെ 1-2 അടിപൊളി പാട്ടുകൾ പാടിയായിരുന്നേ. അത് കേട്ടിട്ട് കാട്ടുവർഗക്കാര് അത് അവരുടെ പാട്ടാണെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും അവനെ കൊണ്ട് പാടിച്ചുകൊണ്ടിരിക്കുക. അടുത്ത ആഴ്ച വിടും. അഭ്യാസമൊക്കെ കയ്യിൽ വെച്ചിട്ടേ മതി. നാളെ കൃത്യസമയത്ത് പ്രോഗ്രാം നടത്തിയില്ലെങ്കിൽ നിന്റെ ഒക്കെ കൈയും കാലും തല്ലി ഒടിക്കുള്ളൂ. ഹലോ, പ്രോഗ്രാം ക്യാൻസൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും തല്ല ഉറപ്പായി. ഹലോ, കാശ് തന്നില്ലായിരുന്നല്ലേ? നാളത്തെ ഗാനമേള മാറ്റിവെക്കാൻ പറഞ്ഞിട്ട് സംഘാടകർ സമ്മതിക്കുന്നില്ല. മിക്കവാറും അവരുടെ തല്ലുകൊണ്ട് ഞാനും ഇവിടെ അഡ്മിറ്റ് ആവുന്ന ലക്ഷണമാണ് കാണുന്നത്. ഞാൻ കാരണം ചേട്ടനാകെ ബുദ്ധിമുട്ടായല്ലേ? പോടാ അവിടുന്ന്. ഒരാഴ്ച കഴിഞ്ഞാൽ നിന്റെ ഈ അസുഖം മാറില്ലേ? പിന്നെ നമുക്ക് ഡെയിലി ഗാനമേള റെക്കോർഡിംഗ് ആയിരിക്കില്ലേ? വരുന്നു വെള്ള പാന്റ് ഇട്ട് വിധി വേഷം. എന്തെങ്കിലും പറഞ്ഞോ? അല്ല, ഇത് എവിടുന്ന് കിട്ടിയെന്ന്? ഇത് അടുത്ത മുറിയിൽ നിന്ന് സംഘടിപ്പിച്ചതാ. ഇനി ശബ്ദം പുറത്ത് കേൾക്കുന്ന പരാതി വേണ്ടല്ലോ. ഇതിനും ബില്ല് വരുമോ? ചിലപ്പോ വന്നിരിക്കും. ടെസ്റ്റിന്റെ ഫീസ് അടച്ചോ? അടച്ചു. എന്താ പുതിയ ബില്ല് വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? അത് പിന്നാലെ വന്നോളൂ. തൽക്കാലം അടച്ച ഫീസിന്റെ റെസിപ്റ്റ്സ് അക്കൗണ്ട് സെക്ഷനിൽ കൊടുക്കണം. ചേട്ടൻ അങ്ങോട്ടല്ലേ പോകുന്നത്? ഇതൂടെ കൊടുത്തേക്ക്. ചുമ്മാ ചൊറിയും കുത്തി ഇവിടെ ഇരിക്കുകയല്ലേ, കൊണ്ടുപോയി കൊടുക്കണോ? എനിക്ക് 307 പേഷ്യന്റിന് എനിമ കൊടുക്കണം. ഞാൻ തന്നെ സെർവന്റ് ആണോ? ഒരു മനുഷ്യ പറ്റില്ലാത്ത വർഗം. ആദ്യം ഇവനൊക്കെ എനിമ കൊടുക്കേണ്ടത്. ഞാൻ കേട്ടോ. അല്ല, പേഷ്യന്റ് ആണോ അല്ലയോ നോക്കത്തില്ല, തനിക്കും തരും എനിമ.
എന്താടോ ഞാൻ ഇത് എന്ത്? കൊടുത്തേറ്റ് വേഷം കെട്ടരുത് കേട്ടോ. ഞാനിത് കൊടുത്തിട്ട് വരാം. ആ, ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരാളെ കണ്ടു. ഭാഗ്യത്തിന് അദ്ദേഹം എന്നെ കണ്ടില്ല. കണ്ടിരുന്നെങ്കിൽ നീ ആശുപത്രിയിലുള്ള വിവരം നാട്ടിൽ പാട്ടായനെ. ആരാ? നിന്റെ ഗുരു രാമസ്വാമി ഭാഗവതർ. നിന്റെ വിഷമം എനിക്ക് മനസ്സിലായി. വിവരങ്ങളെല്ലാം ഭാഗവതർ അറിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മനസ്സ് വേദനിക്കും. കാര്യം അസുഖമൊന്നുമില്ല എന്നുള്ളത് നമുക്കല്ലേ അറിയൂ. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി നമുക്ക് അനുഗ്രഹം വേണം. എന്താ പോരെ? ഞാൻ ഇറച്ചി വിട്ട് താളത്തിലെ വായിക്കാൻ പറ്റുള്ളൂ ഈ ചെണ്ട നിനക്കൊക്കെ. മനുഷ്യനെ മനസ്സമാധാനായിട്ട് ഇറച്ചി വിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല അച്ഛാ. ഞങ്ങൾ പഠിക്കുന്ന കുട്ടികളാ. ആ, മര്യാദക്ക് ജനാലയൊക്കെ അടച്ചോളണം. ഇനി ഇവിടുന്ന് സാധന അക്ഷരം കേട്ടായിട്ടില്ല. എന്താ കാർലോസ് ഇത്? ഇതൊരു സരസ്വതി ക്ഷേത്ര. ഇവിടെ കത്തിയും ചോരയായിട്ടൊക്കെ കയറി വരാന്ന് വെച്ചാ ഹൈ ഒന്ന് വേഗം ഇറങ്ങി പോവുക. ഞാൻ പോയിക്കോളാം. പക്ഷെ സാമിയുടെ അച്ഛൻ എണ്ടക്കാരനില്ലേ, അവൻ ആള് തരിക്കണം കേട്ടോ. അവൻ കാരണം എന്റെ പേരെല്ലാം മുറിഞ്ഞേ. എങ്ങനെ? ആ പിശാചിന്റെ താളം ശരിയല്ല. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. കാർലോസ് തൽക്കാലം ഒന്ന് ഇറങ്ങി പോവുക. ഏറ്റല്ലോ. എനിക്ക് എപ്പോഴും ഇവിടെ ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല, അതുകൊണ്ടാ പറഞ്ഞേ. ആ